അങ്ങനെ ഡേ 4 ഓഫ് 14 ഡേയ്സ് ഡയറ്റ് പ്ലാൻ എത്തിയിരിക്കുകയാണ്. ഇനി 10 മോർ ഡേയ്സ്. അപ്പോൾ രാവിലെ ആസ് യൂഷ്വൽ മിൽക്ക് ടീ കുടിച്ചു വിത്തൗട്ട് ഷുഗർ. അവിടെ അടുക്കളയിൽ മില്ലറ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തന്നെയാണ് ഞാൻ ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിച്ചിരി മടിയായിരുന്നു. എക്സസൈസ് ചെയ്തതിന് ശേഷം 1 കപ്പ് ചിയ സീഡ് കുടിച്ചു. രാവിലെ എണീറ്റപ്പോൾ നല്ല വയറുവേദനയായിരുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്നത് നടന്നില്ല. അപ്പോൾ ഇന്ന് അതിന് പകരമായിട്ട് വീട്ടിൽ തന്നെ ലൈറ്റായിട്ടുള്ള എക്സസൈസ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ പോയി. അതുകൊണ്ട് തന്നെ രാവിലെ മിയനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന കാര്യവും നടന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. മില്ലറ്റാണ് ഇന്ന്. ചിയ സീഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചത്. ഒരു 8:30 ഒക്കെ ആയപ്പോൾ, ഒരു 8:15 ഒക്കെ ആയി ആക്ച്വലി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മില്ലറ്റാണ് എടുത്തത്. മില്ലറ്റും ഇന്നലത്തെ സാമ്പാറും. പ്ലേറ്റിൻ്റെ വലുപ്പമൊന്നും കണ്ടാലും പേടിക്കണ്ട, ക്വാണ്ടിറ്റി വളരെ കുറവാണ്. കാണുന്നുണ്ടോ? ഓക്കെ, അതും സാമ്പാറുമാണ്. മില്ലറ്റ് കുറച്ച് ഹെവിയാണ്. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. മില്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി വളരെ ഈസിയാണ്. ആവശ്യത്തിനുള്ള കുറച്ച് ഒരു കൈ നിറയെ മില്ലറ്റ് എടുക്കുക. പിന്നെ ഡാല്, മസൂർ ഡാല് ഉപയോഗിക്കുക, അല്ലാതെ മറ്റേ 2 ഡാല് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ എടുക്കുന്നതിൻ്റെ 1/3 ഭാഗം ഡാല് എടുക്കുക. ഓക്കെ, അതായത് ഇപ്പം മില്ലറ്റ് 3 പോർഷൻ, ഇപ്പം 3 കപ്പ് ആണെങ്കിൽ 1 കപ്പ് ഡാല്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. 3:1 ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി. പിന്നെന്താണ്, ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക കുറച്ച് നേരം. 2 ഡാലാണെങ്കിൽ കുറച്ചധികം നേരം വെക്കുക, തലേദിവസം വെച്ചാൽ മതി. മസൂർ ഡാലാണെങ്കിൽ അത്ര നേരം വെക്കണ്ടല്ലോ, പെട്ടെന്ന് വെന്തോളും. ഓക്കെ, അപ്പം ഇത് രണ്ടും സോക്ക് ചെയ്ത് വെച്ചിട്ട് ശകലം നെയ്യിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിൽ വേവിച്ചിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് സ്പ്ലട്ടർ ചെയ്യാനായിട്ട് ഉഴുന്ന് പരിപ്പ്, പിന്നെ നമുക്ക് കുറച്ച് ജീരകം, കുരുമുളക്, പച്ചമുളക് ഒക്കെ അതിലിടാം. ഓക്കെ, ഇനി ഇതിൽ ക്യാരറ്റാ അങ്ങനെയുള്ള വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. ഞാൻ ഇന്ന് വെജിറ്റബിൾസ് ഒന്നും വേറെ ഇട്ടില്ല, കാര്യം സാമ്പാറിൽ ഉണ്ട് ഓൾറെഡി. അപ്പം പിന്നെ കുരുമുളകും പച്ചമുളകും കറിവേപ്പിലയും ശകല ഇഞ്ചിയും ചേർക്കണം കേട്ടോ. ഡാലായിട്ട് ശകല ഇഞ്ചി ചേർക്കുക, വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ലൂസായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ലേഡീസിനടുത്ത് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ലേഡീസിന് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും ഇതിനിടയ്ക്ക്. ഡയറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്നതും ഹസ്ബൻഡിൻ്റെ ഫുഡ് വെക്കുന്നതും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ബിസിയും വർക്കും, പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് അസൗകര്യങ്ങളുണ്ടാവും. അതൊന്നും ഒരു കൺസേൺ ആയിട്ടോ ഒരു എക്സ്ക്യൂസ് ആയിട്ടോ കരുതാതെ അങ്ങ് പുറപ്പെട്ടാൽ അങ്ങ് സക്സസ് ആക്കുക തന്നെ ചെയ്യുക. ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ കുറച്ചത് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഞാൻ പൊതുവെ കുറവാണ് കഴിക്കുന്നത്. പ്രോസസ്ഡ് ഫുഡും ഷുഗർ, എനിക്ക് ഷുഗർ വേണമെന്നുള്ളത് മസ്റ്റാണ്. ഷുഗർ നല്ലതായിട്ട് കുറച്ച്. ഷുഗർ ഞാൻ അങ്ങനെ ഇപ്പോൾ എടുക്കാറേ ഇല്ല. എനിക്ക് അതിൻ്റെ ഷുഗർ കുറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആൾക്കാർ കളിയാക്കും, ഡയറ്റാണോ, ഡയറ്റിൽ ഇങ്ങനെയാണോ എന്നൊക്കെ പറയും. എൻ്റെ ഹസ്ബൻഡൊക്കെ എൻ്റെ നല്ലോണം ട്രോൾ ചെയ്യും, സപ്പോർട്ടും ചെയ്യും. അപ്പോൾ അതൊന്നും ഒരു കൺസേൺ ആയിട്ട് ആരും നോക്കണ്ട. ഒരു കളിയാക്കുമ്പോൾ ഒന്നും ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഞാൻ അതുകൊണ്ടാണ് 14 ഡേയ്സിന് ഒതുക്കിയത്. 14 ഡേയ്സിൽ തന്നെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് കാണുമെന്ന് ഉറപ്പുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുക. ഒരുപാട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അങ്ങനെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ലൈറ്റായിട്ട് ചെയ്ത് തുടങ്ങുക. പിന്നെ നല്ലപോലെ ഫുഡിനെ പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കഴിക്കുക. ഡെഫിഷ്യൻസീസ് ഒന്നും വരാതെ നോക്കുക. എല്ലാ ഐറ്റംസും, പ്രോട്ടീനും ന്യൂട്രിയൻസും മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിക്കുക. പിന്നെ നമ്മളെ ബോഡിയിൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഗ്യാസ്ട്രിക് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തൈറോയിഡിന് കഴിക്കാൻ പറ്റില്ലാത്ത ഫുഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യുക. അത് തന്നെയാണ് പറയാനുള്ളത്. ഒരു 11 AM ആയപ്പോൾ ഞാൻ ഒരു ഗ്രീൻ ആപ്പിൾ കഴിച്ചായിരുന്നു. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഈ സമയത്ത് കഴിക്കാവുന്നതാണ്. സോ ഐ ചൂസ് ഗ്രീൻ ആപ്പിൾ.
ഉച്ചയ്ക്ക് ബ്രോക്കലി ആയിരുന്നു. ബ്രോക്കലി ഞാൻ സ്റ്റെമ്മോട് കൂടി തന്നെയാണ് കട്ട് ചെയ്യണത്. മിയയുടെ ഏറ്റവും ഫേവറേറ്റ് വെജിറ്റബിൾസിൽ ഒന്നാണ് ബ്രോക്കലി. ബ്രോക്കലി കട്ട് ചെയ്യണ കാണുമ്പോഴേ അവൾ ചോദിച്ചു തുടങ്ങും വേണമെന്ന്. സോ ഇന്ന് ബ്രോക്കലി കുക്ക് ചെയ്തത് ഞാനത് ബട്ടറിൽ ആവശ്യത്തിന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. വെള്ളം ഒന്നും ചേർക്കത്തില്ല. ഞാൻ സാൽമൺ അതേപോലെ തന്നെ കുരുമുളകും ഉപ്പും നാരങ്ങ നീരും ഇട്ട് അധികം മസാലയൊന്നും ഇട്ടിട്ട് ബട്ടറിൽ സെയിം അതേ തവയിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണം. എൻ്റെ കിച്ചൻ്റെ കോലം കണ്ട് ആരും പേടിക്കണ്ട. മിയ സ്കൂളിൽ നിന്ന് വന്ന സമയമാണ്. അപ്പം ആ സമയത്താണ് ഈ കുക്കിങ്ങും ഫ്രഷായിട്ടാണ് ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് സാൽമൺ ജസ്റ്റ് ബട്ടറിലൊന്ന് വേവിച്ചെടുത്തത്, ഫ്രൈ ചെയ്തെടുത്തത്, അതേപോലെ തന്നെ ബ്രോക്കലി, എന്നിട്ട് അതേ സെയിം തവയിൽ തന്നെ ഞാൻ ചെറി ടൊമാറ്റോസും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. കൂടെ ഒരു കുക്കുംബർ സ്ലൈസും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലഞ്ച് നല്ല ഹെവി ആയിരുന്നു. ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഞാൻ ജിഞ്ചർ ഇട്ട ഒരു കട്ടൻ കാപ്പി കുടിച്ചു. ബ്ലാക്ക് കോഫിയാണ് കുടിച്ചത് വിത്തൗട്ട് ഷുഗർ. നട്ട്സ് ഒന്നും വേറെ കഴിച്ചില്ല. നല്ല ഹെവിനെസ് തോന്നി. കാര്യം ലഞ്ച് കുറച്ച് ഹെവി ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഹെവി ആയിട്ട് തന്നെ തോന്നി. ഡിന്നറിന് ഞാനൊരു ക്ലിയർ ചിക്കൻ സൂപ്പാണ് കുടിച്ചത്. അത് ഇത്ര പോർഷൻ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ മോക്ക് പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. രാത്രി ഇപ്പം ഡയറ്റ് നോക്കി തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാം കഴിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല, രാത്രി കഴിക്കാൻ തോന്നുന്നില്ല. ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ നട്ട്സും ഇങ്ങനെയുള്ള കഴിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ രാത്രി ഞാൻ ഒരു ചെറിയ ബൗൾ ക്ലിയർ ചിക്കൻ സൂപ്പ് മാത്രമാണ് കഴിച്ചത്. പിന്നെ ഞാൻ 2-3 ഇടത്ത് വായിച്ചായിരുന്നു, കിടക്കുന്നതിന് മുമ്പ് ബെഡ് ടൈമിന് മുന്നായിട്ട് ഒരു കുറച്ച് പോർഷൻ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നല്ലതാണ്. ഹാർട്ട് ഡിസീസസ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, പിന്നെ നമ്മളുടെ സ്റ്റൊമക്കിനൊക്കെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലതാണ്. സോ അപ്പോൾ ഞാൻ രാത്രി ഒരു 1/2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് കഴിച്ചു. ഫ്ലാക്സ് സീഡ് ഞങ്ങൾക്ക് പൊതുവേ ഇഷ്ടമാണ്, മോക്കും ഇഷ്ടമാണ്, മോളും കഴിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഡയറ്റ് റുട്ടീൻ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക. ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ. സ്റ്റേ ട്യൂൺ.